IPL 2026 പോരാട്ടം കടുക്കുമ്പോൾ വിമർശനമുനയിൽ നിൽക്കുകയാണ് പഞ്ചാബ് നായകൻ. തുടർച്ചയായ 4ാം തോൽവിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഒരേസ്വരത്തിൽ ചോദിക്കുന്നു, ഇതാണോ നിങ്ങൾ പറയുന്ന ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റൻ? യുസ്വേന്ദ്ര ചഹലിനെ പോലൊരു മാന്ത്രിക സ്പിന്നറെ കൈവശമുണ്ടായിട്ടും ഒരൊറ്റ ഓവർ പോലും നൽകാത്ത അയ്യരുടെ തന്ത്രങ്ങൾ പാളിയോ? സഞ്ജുവിനും ഗില്ലിനും മുന്നിൽ അയ്യർ വെറും പാവയാണോ? ആവേശകരമായ ആ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 സീസണിൽ തുടർച്ചയായ 4ാം തോൽവി വഴങ്ങിയ പഞ്ചാബ് കിങ്സിനും നായകൻ ശ്രേയസ് അയ്യർക്കും നേരെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. മികച്ച തുടക്കത്തിന് ശേഷം ടീം പ്ലേ ഓഫ് കാണാതെ പുറത്താകുമെന്ന അവസ്ഥ വന്നതോടെയാണ് അയ്യരുടെ ക്യാപ്റ്റൻസിക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇന്ത്യൻ ടീമിന്റെ അടുത്ത T20 ക്യാപ്റ്റനാവാൻ ശ്രേയസ് അയ്യർ ഒട്ടും യോഗ്യനല്ലെന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ നിർണായക മത്സരത്തിൽ ശ്രേയസ് എടുത്ത തീരുമാനങ്ങളാണ് വിമർശനങ്ങൾക്ക് പ്രധാന കാരണം. ടീമിലെ പ്രധാന സ്പിന്നറായ യുസ്വേന്ദ്ര ചഹലിന് ഒരു ഓവർ പോലും നൽകാതിരുന്ന അയ്യരുടെ തീരുമാനം ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. 5 പേസർമാരെ മാത്രം പന്തേൽപ്പിക്കുകയും ഡൽഹി ബാറ്റർമാർ റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്തിട്ടും ചഹലിനെ മാറ്റി നിർത്തിയത് വലിയ അബദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. മത്സരത്തിൽ തോറ്റതോടെ പഞ്ചാബിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ്. മുമ്പ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചപ്പോൾ ലഭിച്ച ക്രെഡിറ്റുകൾ ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങൾ കൊണ്ട് ലഭിച്ചതാണെന്നും സ്വന്തം നിലയിൽ അയ്യർ ഒരു പരാജയമാണെന്നും ആരാധകർ ആരോപിക്കുന്നു. ഓവർറേറ്റഡ് ക്യാപ്റ്റൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അയ്യരെ പലരും വിശേഷിപ്പിക്കുന്നത്. ഈ സീസണിൽ മാത്രം 7 തവണയാണ് പഞ്ചാബിനെതിരെ എതിരാളികൾ 200-ന് മുകളിൽ റൺസ് അടിച്ചുകൂട്ടിയത്. ഇത് നായകന്റെ ബൌളിംഗ് മാറ്റങ്ങളിലെ പോരായ്മയാണെന്ന് കണക്കുകൾ നിരത്തി ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ശുഭ്മൻ ഗിൽ, സഞ്ജു സാംസൺ എന്നിവരുമായാണ് ആരാധകർ ശ്രേയസിനെ താരതമ്യം ചെയ്യുന്നത്. ഗിൽ ശാന്തനായി ടീമിനെ നയിക്കുമ്പോൾ ശ്രേയസ് പലപ്പോഴും പതറുന്ന കാഴ്ചയാണ് കാണുന്നത്. സഞ്ജു സാംസൺ ഇതിനോടകം തന്നെ തന്റെ മികവ് തെളിയിച്ച വ്യക്തിയാണെന്നും ഇന്ത്യൻ T20 ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശ്രേയസിനെ പരിഗണിക്കുന്നത് മണ്ടത്തരമാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു. PR ഏജൻസികൾ വഴി ശ്രേയസിനെ അടുത്ത രോഹിത് ശർമ്മയായോ ധോണിയായോ ഉയർത്തിക്കാട്ടാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും എന്നാൽ ഗ്രൗണ്ടിലെ പ്രകടനം മറിച്ചാണെന്നും ആരാധകർ തുറന്നടിക്കുന്നു. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 വിജയിച്ചാൽ മാത്രമേ പഞ്ചാബിന് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കഴിയൂ. എന്നാൽ നിലവിലെ ഫോമിലും ക്യാപ്റ്റൻസിയിലും ആരാധകർക്കൊട്ടും ആത്മവിശ്വാസമില്ല. നായകന്റെ അമിത ആത്മവിശ്വാസവും തന്ത്രങ്ങളിലെ പാളിച്ചയും പഞ്ചാബിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. എന്തായാലും പഞ്ചാബ് കിങ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇപ്പോൾ നൂൽപ്പാലത്തിലാണ്. വരും മത്സരങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ശ്രേയസ് അയ്യർക്കും സംഘത്തിനും ഈ സീസൺ വലിയൊരു പാഠമായിരിക്കും. തന്ത്രങ്ങൾ പിഴയ്ക്കുന്ന നായകനോ അതോ പോരാട്ടവീര്യം കൈവിടാത്ത ടീമോ? വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇന്ത്യൻ T20 ടീമിന്റെ നായകസ്ഥാനത്തേക്ക് അയ്യർ യോഗ്യനാണോ എന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകളും IPL വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.